നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, നമ്മളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഈ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും എന്ന് നോക്കാം. നന്ദി എന്നത് അല്ലെങ്കിൽ താങ്ക്സ് എന്ന് പറയുന്നത് ഒരു ഹിപ്നോട്ടിക് വേർഡ് കൂടിയാണ്. നമ്മളെപ്പോഴാണ് നന്ദി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഒന്ന് നമുക്ക് കിട്ടി ബോധിക്കുമ്പോഴാണ് അല്ലേ, നമുക്ക് സന്തോഷം വരുമ്പോൾ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ, നമുക്ക് കിട്ടി എന്ന ഒരു ബോധ്യം, ഒരു ഉപകാരമാകുന്ന സമയത്താണ് നമ്മൾ നന്ദി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇതെപ്പോഴും നമ്മളുടെ ബ്രെയിനിനറിയാം നമ്മൾ നന്ദി പറയുന്നത് നമുക്ക് അനുകൂലമായ ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ്, നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ചെറിയ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഇപ്പോൾ വിദേശീയരെ നോക്കിക്കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങൾ പലതും നോക്കിക്കഴിഞ്ഞാൽ കാണും അവരെപ്പോഴും താങ്ക്സ് പറയും. സമ്പന്ന രാജ്യങ്ങളുടെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ സംസ്കാരം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ എന്തിനും എപ്പോഴും താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാം. അതിനനുസരിച്ച് അവരൊരു സമ്പന്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അല്ലേ. അപ്പോൾ ഈ താങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കും തോറും ആ താങ്ക്സ് പറയാനുള്ള അവസരം നമ്മുടെ ലൈഫിൽ കൂടിക്കൂടി വരും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും അന്നത്തെ ദിവസത്തെ പ്രശ്നങ്ങളുടെ കണക്കെടുക്കും. എനിക്ക് തരാനുള്ള പൈസ കിട്ടിയില്ലെങ്കിൽ അവരെന്നോട് അങ്ങനെ ചെയ്തു, ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു, അതെൻ്റെ കുറ്റമായിരുന്നില്ല, അത് അവൻ്റെ കുറ്റമായിരുന്നു, എനിക്കിന്ന് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല, എനിക്കിന്ന് ഇങ്ങനെ പെയിൻ ഉണ്ടായി, എന്നെ അവർ വേദനിപ്പിച്ചു. അപ്പോൾ ഒരുപാട് പരിഭവവും പരാതിയുണ്ട് ഒരു ദിവസം വൈകുന്നേരം വരുമ്പോൾ. ഈ പ്രശ്നങ്ങളും ഈ സങ്കടങ്ങളും ഒക്കെ നമ്മളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരോട് എല്ലാ ദിവസവും വൈകുന്നേരം ചർച്ച ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പം നമ്മൾ ഈ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിലോട്ട് പിന്നെയും സംഭവിക്കുന്നത് ഇതേപോലെ നമ്മളൊട്ടും ഹാപ്പി അല്ലാത്ത കാര്യങ്ങളാണ് വീണ്ടും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അപ്പം നിങ്ങൾ ഈ ലൈഫിൽ സംഭവിക്കുന്ന, ഒരു ദിവസം സംഭവിക്കുന്ന മോശം കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ, പെയിൻഫുള്ളായ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നത് നിർത്തിയിട്ട് അന്നത്തെ ദിവസം കിട്ടിയ നിങ്ങളുടെ സന്തോഷങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചർച്ച ചെയ്യുകയും അതിന് നന്ദി പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടി മനോഹരമായ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന കാണാം. നമുക്ക് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസവും നമുക്ക് നമ്മുടെ ജീവൻ ബാക്കിയുണ്ട്, ആരോഗ്യം ബാക്കിയുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു, നമ്മുടെ വസ്ത്രമുണ്ട്, നമ്മുടെ വാഹനമുണ്ട്. അല്ല, ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷം പറയാനായിട്ടുള്ളത്. അതിനെല്ലാം നന്ദി പറഞ്ഞ് ശീലിക്കുക. നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, നന്ദി സാറ്റിസ്ഫാക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിൻ്റെ വാക്കാണ്. അത് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് കൂടുതൽ മാനിഫെസ്റ്റേഷൻസ്, നമുക്ക് ആവശ്യവും ആഗ്രഹമുള്ള കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നടക്കുന്നത് കാണാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.